വെൽക്കം ടു ഇംബേഴ്സ്. നമ്മൾ നോക്കാൻ പോകുന്ന ബഫർ സൊല്യൂഷൻ. സോ ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ ആണ്. എന്താണ് ബഫർ എന്ന് പറഞ്ഞ കാര്യം കഴിഞ്ഞു. അത്രയും സിമ്പിൾ ചാപ്റ്റർ ആണ്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ബഫർ സൊല്യൂഷൻ? സോ ബഫർ സൊല്യൂഷൻ ഇസ് എ സൊല്യൂഷൻ ദാറ്റ് addresses significant change in pH when small amount of an acid, base or water are added. അതായത് നമ്മുടെ ഒരു സൊല്യൂഷൻ, നമ്മുടെ കയ്യിൽ ഒരു ആസിഡ് സൊല്യൂഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബേസ് സൊല്യൂഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സൊല്യൂഷനിലേക്ക് കുറച്ച് ആസിഡ് ആഡ് ചെയ്യുമ്പോഴോ കുറച്ച് ബേസ് ആഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആസിഡിലോ വെള്ളം മാത്രം ആഡ് ചെയ്താലും അത് pH മാറ്റം ഉണ്ടാവും. എന്തുകൊണ്ടാണ്? കോൺസെൻട്രേഷൻ ഓഫ് ദി എന്താണോ സബ്സ്റ്റൻസ് അത് കുറയുകയോ കൂടുകയോ ചെയ്യുമ്പോഴോ ആയിരിക്കും അതിന്റെ pH മാറുക. നമുക്ക് ഓൾറെഡി pH സ്കില്ലൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലേ. അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു pH നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്താലും കുറച്ച് സോൾട്ട് ഇൻ ദ സെൻസ് ഏതിൻ്റെയാണോ, ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ ആസിഡ് എങ്കിൽ അങ്ങനെ, ബേസ് ആണെങ്കിൽ അങ്ങനെ, ഏതിൻ്റെങ്കിലും ആഡ് ചെയ്താൽ അതിന്റെ pH മാറാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മാറാതെ റെസിസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ബഫർ സൊല്യൂഷൻ എന്ന് പറയാം. സോ ബഫർ സൊല്യൂഷൻസ് നമുക്ക് കെമിക്കൽ, ബയോളജിക്കൽ, ഇൻഡസ്ട്രിയൽ പ്രോസസ്സിലൊക്കെ ഒരുപാട് രീതിയിൽ നമുക്ക് ആവശ്യമാണ് എന്നുള്ളതാണ്. കാരണം നമുക്ക് ഈ ബഫർ സൊല്യൂഷൻ ഒക്കെ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻസിലും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ അതിൽ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ട ആസിഡ് ബഫർ സൊല്യൂഷൻ. സോ ബേസിക്കലി ദീസ് ആർ മെയ്ഡ് ബൈ മിക്സിംഗ് വീക്ക് ആസിഡ് വിത്ത് സോൾട്ട് ഓഫ് ഇറ്റ്സ് കോൺജുഗേറ്റ് ബേസ്. സോ വീക്ക് ആസിഡ് ഉണ്ടായിരിക്കും, അതിന്റെ സോൾട്ട് ഓഫ് ഇറ്റ്സ് കോൺജുഗേറ്റ് ബേസും ഉണ്ടായിരിക്കും. ഇനി ബേസിക് ബഫർ ഉണ്ട്, സോ അവിടെ വീക്ക് ബേസും ഉണ്ടായിരിക്കും ആൻഡ് സോൾട്ട് ഓഫ് ഇറ്റ്സ് കോൺജുഗേറ്റ് ആസിഡും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ ഒരു രണ്ട് കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, കാണാതെ പഠിക്കുക, തെറ്റിപ്പോകരുത്. നമുക്ക് മിക്കവാറും തെറ്റിപ്പോവും. അത് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ആസിഡ് ബഫർ സൊല്യൂഷൻ എന്തെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം ആസിഡ് ബഫർ സൊല്യൂഷൻസിൽ വീക്ക് ആസിഡ് വിത്ത് സോൾട്ട് ഓഫ് ഇറ്റ്സ് കോൺജുഗേറ്റ് ബേസ് ആണ് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. സോ ആസിഡ് ബഫർ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിംഗ് കോമ്പൈനിങ് എ വീക്ക് ആസിഡ്. ഒരു വീക്ക് ആസിഡ് ഉണ്ട്, അത് ലൈക്ക് അസറ്റിക് ആസിഡ് ആണ് നമ്മുടെ വീക്ക് ആസിഡ് എടുക്കുന്നത്. സോ അതിന്റെ സോൾട്ട് ഉണ്ട്, സോഡിയം അസറ്റേറ്റ് CH3CONA. സോ പ്രൊസീജിയർ പറയുവാണെന്നുണ്ടെങ്കിൽ അസറ്റിക് ആസിഡ് CH3COOHും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടെ നമ്മൾ ആഡ് ചെയ്യുവാണ്. അപ്പൊ എന്ത് വെച്ചാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു ലിമിറ്റിംഗ് ഏജന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ സോഡിയം ഹൈഡ്രോക്സൈഡ് ആസിഡുമായിട്ട് റിയാക്ട് ആവുമ്പോഴത്തേക്കും കുറച്ച് ആസിഡ് റിമെയിൻ ചെയ്ത് കിടക്കും. കാര്യം എല്ലാം ഒന്നും ആവണം എന്നില്ലല്ലോ അല്ലേ. ആൻഡ് വിത്ത് ഫോം സോൾട്ട് സോഡിയം അസറ്റേറ്റ്. സോ അതെന്തിനു സോൾട്ടായിട്ട് ഫോം ചെയ്ത് സോഡിയം അസറ്റേറ്റ് ആയിട്ട് മാറി കിടക്കുകയാണ് ചെയ്യുക. ആസിഡായിട്ട് റിയാക്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന ഭാഗം സോഡിയം അസറ്റേറ്റ് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് സോൾട്ട് ആയിട്ട് മാറി കിടക്കുകയാണ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ നോക്കിയാൽ CH3COH NaOH. അപ്പൊ CH3CONA ആയിട്ട് മാറി, പിന്നെ H2 ആയിട്ട് മാറി. അപ്പം നമ്മൾ ലിമിറ്റിംഗ് ഏജന്റ് ആഡ് ചെയ്തു, NaOH ലൈക്ക് ആഡ് ചെയ്തു, അത് പിന്നെ സോഡിയം ഹൈഡ്രോക്സൈഡ് ആസിഡ് റിയാക്ട് ചെയ്തു, കുറച്ച് ബാക്കി വന്നത് സോൾട്ട് ആയിട്ട് സോഡിയം അസറ്റേറ്റ് ഫോം ചെയ്ത് മാറിക്കടന്നു എന്നുള്ളതാണ്. So the acid is weakly dissociate, but the salt is fully dissociate. Acid weakly dissociating, salt fully dissociating. So therefore there is a high concentration of acetate ion in the solution. അതുകൊണ്ട് തന്നെ അസറ്റേറ്റ് അയോൺസ് കൂടുതലായിട്ട് കാണും. കാരണം എന്തുകൊണ്ടാണ്? ആസിഡ് ലൈക്ക് അസിറ്റിക് ആസിഡ് വീക്കിൽ ഡിസോസിയേറ്റ് ചെയ്യുമല്ലോ, പക്ഷെ സോൾട്ട് ആണെങ്കിൽ എന്തെങ്കിലും ഫുള്ളി ഡിസോസിയേറ്റ് ചെയ്യുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഈ അസറ്റേറ്റ് അയോൺ വീക്കിൽ ഡിസോസിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. സോ ഇനി ബഫർ ആക്ഷൻ എങ്ങനെയാണ്? സോ ബഫർ നമ്മൾ പ്രിപ്പയർ ചെയ്തു, നമ്മൾ കുറച്ച് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ pH വിൽ ഡിക്രീസ് ഇനിഷ്യലി. ആദ്യം എന്ത് ചെയ്യുന്നു, pH ഒന്ന് കുറയും. ബട്ട് അസറ്റേറ്റ് അയോൺസ് എന്ത് ചെയ്യുന്നു, ഹൈഡ്രജൻ അയോൺസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കൂടുതൽ അസറ്റിക് ആസിഡ് ഉണ്ടാക്കുകയും അങ്ങനെ മിനിമൈസിങ് ചെയ്ത pH. എങ്ങനെ മനസ്സിലായോ? അതായത് നമ്മുടെ കയ്യിൽ സാധനം ഉണ്ട്, ഹൈഡ്രജൻ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ലൈക്ക് ആസിഡിൽ H+ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ കുറച്ച് ആസിഡ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഒന്ന് pH ഒന്ന് കുറയും. പക്ഷേ അവിടെ അസറ്റേറ്റ് അയോൺസ് ഉള്ളത് കൊണ്ട് അതെന്ത് ചെയ്യുന്നു, ഈ ഹൈഡ്രജനോട്ട് കമ്പൈൻ ചെയ്തു പിന്നെ അസറ്റിക് ആസിഡ് ഉണ്ടാക്കും. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു, pH മിനിമൈസിലായി. ഇനി കുറച്ച് ബേസ് ആണ് ആഡ് ചെയ്യുന്നത്, OH ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നു, അവിടെയും ഇനിഷ്യലി ഒന്ന് കുറയും. പക്ഷേ എന്ത് ചെയ്യുന്നു, OH അയോൺസ് H+, വെള്ളത്തിലുള്ള H+ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് അസറ്റിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്ത് എന്ന് pH റീസ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഒന്നും കൂടെ പറയാം, OH ആഡ് ചെയ്യുന്നെങ്കിൽ pH ഇനിഷ്യലി ഒന്ന് കുറഞ്ഞതിന് ശേഷം OH അയോൺസ് ഹൈഡ്രജനുമായിട്ട്, വെള്ളത്തിലുള്ള ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് അസറ്റിക് ആസിഡ് എന്ത് ചെയ്യുന്നു, അസറ്റിക് ആസിഡ് വിൽ ഡിസോസിയേറ്റ് മോർ ആൻഡ് റീസ്റ്റോർ ദ pH. ഇതാണ് ബഫർ ആക്ഷൻ പറയുവാണെങ്കിൽ. സിമ്പിൾ അല്ലേ? ഒന്നുമില്ലടോ, ഒന്നുമില്ല. എന്താണ് അസറ്റിക് ആസിഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, കുറച്ച് അധികം എക്സ്ട്രാ കിടക്കുന്നു, സോൾട്ട് ആയിട്ട് ഫോം ചെയ്യുന്നു. സോ H+ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, അസറ്റിക് അയോൺസുമായിട്ട് H+ റിയാക്ട് ചെയ്യുന്നു, അങ്ങനെ അസറ്റിക് ആസിഡ്. OH ആണെങ്കിൽ ആദ്യം ഒന്ന് കുറയുന്നു, OH അയോൺസ് വെള്ളത്തിൽ ഹൈഡ്രജനായിട്ട് ഫോം ചെയ്തിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് വീണ്ടും pH റീസ്റ്റോർ ചെയ്യുന്നു. സിമ്പിൾ. സോ ഇത്രയാണ് ഉള്ളത്. ഇനി ബേസിക് ബഫർ സൊല്യൂഷനാണ് പറയാവുന്നത്. ബഫർ സൊല്യൂഷൻ ബേസിക് ആണ് കേട്ടോ. സോ ബേസിക് ബഫർ സൊല്യൂഷൻസ് നമുക്ക് ഓൾറെഡി അറിയാം. വീക്ക് ബേസ് ലൈക്ക് അമോണിയ NH3, അമോണിയം ക്ലോറൈഡ് NH4Cl. സോ പ്രൊസീജിയർ പറയുവാണെങ്കിൽ എങ്ങനെയാണ്, ഇവിടെ NH3 അമോണിയ ഉണ്ട്,
ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl ലിമിറ്റിംഗ് ഏജന്റ് ആണ്. മറ്റടുത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ ഇവിടെ HCl ആണെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ അമോണിയം അയൻസ് ഫോം ചെയ്യുന്നു, ക്ലോറൈഡ് അയൻസ് ഫോം ചെയ്യുന്നു. റിയാക്ഷൻ്റെ കിടപ്പുണ്ട്. ഇത് നമുക്ക് എളുപ്പമാണ്, ഒരൊറ്റ പ്രൊസീജിയർ വെച്ച് പിന്നെ എളുപ്പമാണ്. സോ അമോണിയ NH3 വീക്ക് ബേസ് ആണ് ആൻഡ് ഈസ് വൺ പാർഷ്യലി ഡിസോസിയേറ്റഡ്. സോ NH3 വീക്ക് ബേസ് ആണ് ആൻഡ് ഓൺലി പാർഷ്യലി ഡിസോസിയേറ്റഡ്. അമോണിയം ക്ലോറൈഡ് സ്ട്രോങ് സോൾട്ടും ആൻഡ് ഫുള്ളി ഡിസോസിയേറ്റ് ആണ്. NH3 വീക്ക് ബേസ് ആണ്, സോ ഓൺലി പാർഷ്യലി ഡിസോസിയേറ്റഡ്. ആൻഡ് അമോണിയം ക്ലോറൈഡ് ആണെങ്കിൽ സ്ട്രോങ് സോൾട്ട് ആണ്, ഫുള്ളി ഡിസോസിയേറ്റ് ആണ്. അപ്പൊ ഇവിടെ H+ ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ഒന്ന് കുറയുന്നു, NH3 ഉണ്ടല്ലോ, അപ്പൊ വീക്ക് ബേസ് ആണ്, H+ ന്യൂട്രലൈസ് ചെയ്ത് pH തിരിച്ചു കൊണ്ടുവരുന്നു. ഒന്നും കൂടെ പറയാം, സ്മോൾ എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ pH ഒന്ന് കുറയുന്നു. അതിനുശേഷം അമോണിയ NH3 ഉണ്ടല്ലോ, അതൊരു വീക്ക് ബേസ് ആണ്, H+ ന്യൂട്രലൈസ് ചെയ്യുന്നു, ന്യൂട്രലൈസ് ചെയ്ത് pH തിരിച്ചു കൊണ്ടുവരുന്നു. ഇനി OH ആണെങ്കിലോ ആദ്യം ഒന്ന് ഇനിഷ്യലി ഒന്ന് കൂടും, അതിനുശേഷം അമോണിയ NH4+ ഉണ്ടല്ലോ, അത് ഡിസോസിയേറ്റ് ചെയ്ത് ഹൈഡ്രജൻ റിലീസ് ചെയ്യും, പുറത്തേക്ക് H കൊണ്ടുവരും. അങ്ങനെ എക്സ്ട്രാ ഉണ്ടായിരുന്ന OH എന്ത് ചെയ്യുന്നു, ന്യൂട്രലൈസ് ചെയ്യുന്നു, OH ന്യൂട്രലൈസ് ചെയ്തു. അപ്പോൾ അവിടെ സംഭവിക്കുന്നു, വെള്ളം ഫോം ചെയ്യില്ലേ, OH-ഉം H ആകുമ്പോൾ H2 ആയില്ലേ, അങ്ങനെ pH മെയിൻറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബഫർ ആക്ഷൻ ചെയ്യുക. അപ്പം ഞാൻ ഒന്നും കൂടെ പറയാം, ബേസിക് ബഫർ ഞാൻ പറഞ്ഞു. ആദ്യം ആരാണ്, അമോണിയ ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ലിമിറ്റിംഗ് ഏജന്റ് ആണ്. സോ ഇവർ ഫോം ചെയ്യുന്നു, കറസ്പോണ്ടിങ് സോൾട്ട് ഫോം ചെയ്യുന്നു. H+ ആണെങ്കിൽ NH3 വീക്ക് ബേസ് ആണ്, ന്യൂട്രലൈസ് ചെയ്യുന്നു. H+ OH ആണെങ്കിൽ H+ വന്നിട്ട് OH ന്യൂട്രലൈസ് ചെയ്ത് pH മെയിൻറ്റെയിൻ ചെയ്യുന്നു. എളുപ്പമാണ്, ഒന്നുമില്ല, സിമ്പിൾ ആണ്. അപ്പം രണ്ടും പഠിച്ചില്ല, ഭയങ്കര എളുപ്പമുള്ള രണ്ട് ഭാഗമാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് ബഫർ സൊല്യൂഷൻ ബയോളജി സിസ്റ്റം. ബയോളജി സിസ്റ്റം എന്താണ്, ബ്ലഡ് അല്ലേ. സോ ബഫർ സൊല്യൂഷൻ ഇൻ ബയോളജി സിസ്റ്റം ഈസ് ബ്ലഡ്. ദ ബൈകാർബണേറ്റ് അയോൺ പ്ലേ എ ക്രിട്ടിക്കൽ റോൾ ഇൻ മെയിൻറ്റെയിനിങ് ബ്ലഡ് pH. സോ നമ്മളെ ബ്ലഡിൽ ബൈകാർബണേറ്റ് അയോൺസ് ആണ് ഏറ്റവും കൂടുതൽ ഇതിൽ മെയിൻറ്റെയിൻ ചെയ്തൊക്കെ പോകുന്നത് കേട്ടോ, നമ്മുടെ ബ്ലഡ് pH ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ബേസിക്കലി 7.35 to 7.45 ലൈക്ക് ഓരോ സെല്ലുലാർ ഫംഗ്ഷൻ അനുസരിച്ച് നമ്മുടെ pH മെയിൻറ്റെയിൻ ചെയ്യുന്നത് ലൈക്ക് 7.35 7.45 വെച്ച് ചെയ്യുവാണ് ചെയ്യുക. ദ പ്രോസസ് ഓഫ് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ഇൻ ദ ബ്ലഡ് ഈസ് pH ഡിപ്പെൻഡന്റ്. സോ നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ബ്ലഡിലൂടെ പോകുന്ന, അല്ലെങ്കിൽ ബ്ലഡിന് ഈ ഒരു ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ കപ്പാസിറ്റി കിട്ടുന്നത് എപ്പോഴും pH ആയിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. ഹീമോഗ്ലോബിൻ ബൈൻഡ് ഓക്സിജൻ ഇൻ എ pH സെൻസിറ്റീവ് മാനർ. സോ ഹീമോഗ്ലോബിൻ എത്രത്തോളം ബൈൻഡ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതെല്ലാം pH സെൻസിറ്റീവ് വെച്ചിട്ടാണ്. സോ വെൻ കാർബൺ ഡയോക്സൈഡ് ഇസ് പ്രൊഡ്യൂസ് ഇൻ സെല്ലുലാർ റെസ്പിറേഷൻ, നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബോണിക് ആസിഡ് ഫോം ചെയ്യുന്നു. ഓക്കെ, then this dissociate to produce bicarbonate. ഇത് ഡിസോസിയേറ്റ് ചെയ്ത് ബൈകാർബണേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ഹൈഡ്രജൻ അയൺസ്, കൂടെ ഹൈഡ്രജൻ അയൺസ്. അങ്ങനെ എന്ത് ചെയ്യുന്നു, pH മെയിൻറ്റെയിൻ ചെയ്യുന്നു. ബഫർ ആയില്ലേ. ഒന്നും കൂടെ പറയാം, കാർബൺ ഡയോക്സൈഡ്, കാർബോണിക് ആസിഡ്, ഡിസോസിയേറ്റ് ടു ബൈകാർബണേറ്റ്, ഹൈഡ്രജൻ അയൺസ്, റെഗുലേറ്റിംഗ് ദ ബ്ലഡ് pH. സിമ്പിൾ, എളുപ്പമാണ്, ഒന്നുമില്ല. അപ്പം ഇങ്ങനെ വേണം പഠിച്ചു പോകാൻ. സോ നെക്സ്റ്റ് വൺ ഇസ് ബഫർ കാൽക്കുലേഷൻ ആണ്. സോ നമ്മൾ ഹാൻസൺ ഹെസൽബർഗ് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ വീക്ക് ആസിഡ് ആണെങ്കിൽ ഫോർമുല പഠിച്ചാൽ മതി കേട്ടോ. pH = pK + log കോൺജുഗേറ്റ് ബേസ് ബൈ ആസിഡ് ആണ്. സോ നമുക്ക് ഇവിടെ കൂടുതലും നമുക്ക് ഈ ഒരു ഇക്വേഷനിലാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. ആ ഒരു ഇക്വേഷൻ നോക്കി വെക്കുക. ബേസിക് ബഫർ ആണെന്നുണ്ടെങ്കിൽ POH = pKb + log സോൾട്ട് ബൈ ബേസ്. സോ കൺവേർട്ട് ടു pH യൂസ് ആണ്. നമുക്ക് pH ആണ്, ഇതിപ്പോൾ POH ആണ്. സോ pH ആണെങ്കിൽ 14 - POH ചെയ്യുക. സോ ബേസിക്കലി pH എന്താണ്, POH എന്നാണ് നമ്മൾ പഠിച്ചു. അപ്പോൾ നിങ്ങൾ മറന്നു പോകരുത്. ഇൻ കേസ് മറന്നു പോയാൽ തിരിച്ചു പോവുക, കേൾക്കുക, എന്താണ് pH, എന്താണ് POH നോക്കുക. സോ നെക്സ്റ്റ് വൺ ഇസ് ബഫർ കപ്പാസിറ്റി. സോ കുറച്ച് ക്യാരക്ടേഴ്സ് പറയുവാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. സോ ബഫർ കപ്പാസിറ്റി എന്ന് വെച്ചാൽ ദ എബിലിറ്റി ഓഫ് എ ബഫർ ടു റെസിസ്റ്റ് ചേഞ്ച് ഇൻ pH. ഒരു സൊല്യൂഷന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിസ്റ്റത്തിന്റെ pHനെ റെസിസ്റ്റ് ചെയ്യുന്ന ആ ഒരു എത്രത്തോളം എബിലിറ്റി ഉണ്ടെന്ന് പറയുന്നതാണ് ബഫർ കപ്പാസിറ്റി. അപ്പം ഡിപ്പെൻഡ് ചെയ്യുന്നത് ആസിഡും അതിന്റെ കോൺജുഗേറ്റ് ബേസിന്റെ ഒക്കെ കോൺസെൻട്രേഷൻ വെച്ചായിരിക്കും. സോ ഹയർ കോൺസെൻട്രേഷൻ ആണെങ്കിൽ ഹയർ ബഫർ കപ്പാസിറ്റി, അതായത് എത്രത്തോളം റെസിസ്റ്റ് ചെയ്യാൻ പാടുന്നുണ്ടോ ദാറ്റ് മീൻസ് ബഫർ കപ്പാസിറ്റി കൂടുതലാണ്. അതിനകത്ത് എന്താണ്, അതിനുള്ള കോൺസെൻട്രേഷൻ കൂടുതലാണ് അല്ലേ, അത്രയേ ഉള്ളൂ. ഇനി ഒപ്റ്റിമൽ ബഫർ എന്താണ്, അത് ഒരു മോസ്റ്റ് എഫക്റ്റീവായിട്ട് ഒരു കോൺസെൻട്രേഷനിൽ മോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒപ്റ്റിമൽ ബഫർ കപ്പാസിറ്റി അല്ലെങ്കിൽ ബഫറിങ് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന ടേമാണ് ഒപ്റ്റിമൽ ബഫറിങ്. പേര് പറയുന്ന പോലെ തന്നെ ഒരു മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡിൽ. സോ ഇൻ കേസ് ദ pH വിൽ ബി ഈക്വൽ ടു pK ഓഫ് എൻ ആസിഡ്. സോ എന്താണ്, pH = pK ആയിരിക്കും ആ സമയത്ത്. ഡൈല്യൂഷൻ ഓഫ് ബഫർ. Diluting a buffer decreases its capacity to neutralize acid and base, but it does not significantly change its pH and ratio of acid to conjugate base remain the same.
സോ നമ്മൾ ഒരു ബഫറിനെ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ ബഫർ കപ്പാസിറ്റി കുറയും. എന്തുകൊണ്ടാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കൂടുമ്പം ബഫർ കപ്പാസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും എന്തില്ല, ബഫർ കപ്പാസിറ്റി കുറയുമെങ്കിലും അതിൽ പി എച്ചിൽ വലിയ മാറ്റമോ കാര്യങ്ങളോ ഉണ്ടാവില്ല. കാര്യം എന്തുകൊണ്ടാണ്? അതിന് ഓൾറെഡി കോൺജുഗേറ്റ് ബേസും ഒക്കെ എല്ലാം സെയിം തന്നെയാണ്, ആസിഡും ഒക്കെ എല്ലാം സെയിം തന്നെയാണ്. ഇനി കാര്യം റേഷ്യോ, നമ്മളിപ്പോൾ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ 1:1 ഉള്ള ഒരു ആസിഡും ബേസും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ വെള്ളം എത്ര ആഡ് ചെയ്താലും ഈ ഒരു റേഷ്യോയിൽ മാറ്റം ഉണ്ടാവില്ല. റേഷ്യോ എപ്പോഴും സെയിമാണ് അല്ലേ? ഇനി ബഫർ റേഞ്ച്, ദ പി എച്ച് റേഞ്ച് ഓവർ വിച്ച് എ ബഫർ ഇസ് എഫക്റ്റീവ്ലി ടിപ്പിക്കലി +or-1 pH യൂണിറ്റ് ഓഫ് ഇറ്റ്സ് pKa. സോ ബഫർ റേഞ്ച് എന്ന് വെച്ചാൽ പി എച്ച് റേഞ്ച് ആണ് നമ്മൾ പറയുന്നത്. ബേസിക്കലി ബഫർ എത്രത്തോളം എഫക്റ്റീവ് ആകുന്നു, ടിപ്പിക്കലി വിത്തിൻ +or-1 pH യൂണിറ്റ് ഇൻ പീക്കയിലാണ് നമ്മൾ എപ്പോഴും പറയേണ്ടാവുക. സോ ഇത് ബേസിക് ടേംസ് ആണ്. ഇത് ചിലപ്പോൾ ചോദിക്കും, നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും. ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ നമ്മൾ മിക്കവാറൊക്കെ കാണാറുള്ളതാണ്, എപ്പോഴും നമ്മൾ കൺഫ്യൂസ് ആയി പോകുന്ന സംഭവമാണ്. സോ നോക്കി വെക്കുക, ഒരു സിമ്പിൾ ചാപ്റ്ററാണ്, ഭയങ്കര എളുപ്പമുള്ള ചാപ്റ്ററാണ്. ആ ഒരു ആസിഡ് ബഫർ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ ബേസിക് ബഫർ ഇംപ്ലി ചെയ്യാൻ എളുപ്പമാണ്. കാര്യം ഓൾറെഡി എന്തൊക്കെ കമ്പോണൻസ്, അമോണിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയായിരിക്കും. ലിമിറ്റിംഗ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അത്ര മാത്രം നോക്കിയാൽ മതിയാകും. ബാക്കിയൊക്കെ എളുപ്പമുള്ള കാര്യമാണ്, നോക്കി വെക്കുക. ഒരു നൈസായ ഒരു ചാപ്റ്ററാണ്. സോ നന്നായിട്ട് കേൾക്കുക, നോട്ട് വായിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.